ഹായ് ഗൈസ്, എല്ലാവർക്കും എന്റെ ചിരി ചിരി വ്ളോഗ് ആൻഡ് ഹെൽത്ത് ഫിറ്റ്നസ് വർക്കൗട്ടിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വരുന്നില്ല. ഇന്ന് ഞാൻ ചെയ്ത എക്സസൈസ് 3 തരമായി ആണ്. 4ാമത്തെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ കഠിന അധ്വാനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈ 3 എക്സസൈസ് എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഈ എക്സസൈസ് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതിനോടൊപ്പം ആണ് 4ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുഷപ്പ്. അപ്പൊ പുഷപ്പ് ചെയ്യാൻ വേണ്ടി ആദ്യം പുഷപ്പിന്റെ സംഭവം ആദ്യം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ പുഷപ്പിന്റെ 2ാമത്തെ പുഷപ്പ് ചെയ്യാൻ ചെയ്തു. പിന്നെ അതിന് ശേഷം ഒരു വാൾ സീറ്റ് എന്നോട് എക്സസൈസ് ചെയ്തു. അപ്പോ 3ാമത്തെ എക്സസൈസ് 4ാമത്തെ എക്സസൈസ് ആണ്. പക്ഷെ അത് 4അല്ല, 3ാമത്തെ എക്സസൈസ് ആണ്. അപ്പൊ ഞാൻ 4ാമത്തെ എക്സസൈസ് ചെയ്ത് അത് നിർത്തി. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സസൈസ് പുഷപ്പ് ചെയ്യുന്നതോടുകൂടി ഞാൻ ഇന്നത്തെ എക്സസൈസ് അവസാനിപ്പിച്ചു. അപ്പൊ 3ാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പുഷപ്പാണ്. പുഷപ്പ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ സ്ട്രെയിൻ എടുക്കണം. നല്ല രീതിയിൽ നമ്മളെ ശരീരം മൊത്തം താഴത്തേക്ക് കൊണ്ടുപോയിട്ട് നിലം മുട്ടിക്കേണ്ടി വരിക. അപ്പൊ അത് നിലം അങ്ങനെ താഴ്ത്തു പോയിട്ട് മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത് വളയാണ്ട് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണം. എന്ന് പറഞ്ഞാൽ കെടുക്കുക, സ്ട്രൈറ്റ് ആയിട്ട് നേരെ വളയാണ്ട് കെടുക്കുക. എന്നിട്ട് കൈ രണ്ടും നിലത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അത് പിടിച്ചു പിടിക്കാൻ എന്തെങ്കിലും പിടിക്കാം. എന്നിട്ട് എന്ത് വേണം, സെൻട്രലിൽ തലയും വയറും എന്ത് ചെയ്യാം, തല വയറ് നെഞ്ച് ഇതിങ്ങനെ താഴത്ത് കൊണ്ടുപോകണം. തല മുട്ടാൻ പാടില്ല, മുട്ടേണ്ടത് നെഞ്ചാണ് മുട്ടേണ്ടത്. നെഞ്ച് ഇങ്ങനെ നിലം മുട്ടിക്കുക. പക്ഷെ നിലം മുട്ടില്ല, കാരണം നമ്മള് ആദ്യത്തെ സംഭവം, പുഷപ്പിന്റെ ആദ്യത്തെ സംഭവമാണ്. അപ്പൊ നിലം മുട്ടണമെങ്കിൽ നല്ല രീതിയിൽ കഠിനാധ്വാനം വേണം. അപ്പൊ അതിനു വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പുഷപ്പല്ല പുഷപ്പിന്റെ ആദ്യൊരു ഘട്ടാണ്. അതിനുശേഷം ഞാൻ പുഷപ്പ് ചെയ്തു. പിന്നെ 3ാമത്താണ് പുഷപ്പ്, ജെന്യുവിനായിട്ടുള്ള പുഷപ്പ്. 4ാമത്തെ 3ാമത്തെ ഞാൻ ചെയ്തില്ല. അപ്പൊ 4ാമത്തെ ഞാൻ വാൾ പുഷപ്പ് ചെയ്തു. അപ്പോ പുഷപ്പ് ജെന്യുവിൻ ചെയ്യാനായിട്ട് ഞാനിപ്പോ ആദ്യം 5 തവണയാണ് ഞാൻ ഇത്രയും നാള് ചെയ്തത്. 5 തവണ ഇങ്ങനെ നിലം മുട്ടിക്കലും മാതിരി ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പിറകിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അത് സ്ട്രൈറ്റ് ആയിട്ട് നേരെ ചെയ്തിട്ട് ഇങ്ങനെ നിലം മുട്ടിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യും. എന്നാലേ നമുക്ക് നിലം മുട്ടിക്കാൻ പറ്റൂ. അപ്പൊ ഞാൻ ഇങ്ങനെ മുട്ടിച്ചിട്ട് വീണ്ടും റിവേഴ്സ് ചെയ്ത് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്ന്, അത് വേഗത്തിലല്ല, സാവധാനത്തിലാണ് ഞാൻ ചെയ്യുക. ഇങ്ങനെ വന്ന് നിലം മുട്ടിന മാതിരി ചെയ്ത് ഇങ്ങനെ അത് സ്ട്രൈറ്റ് വളയാണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് വളയാണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ നിൽക്കുന്നത് കാരണമാണ്
അപ്പൊ അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്ത. അപ്പൊ ഈ പുഷപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ കഠിനാധ്വാനം വേണം, പരിശീലനം വേണം. ഞാൻ ഈ മൂന്ന് എക്സസൈസ്, പുഷപ്പിന്റെ ആദ്യ ഘട്ടം, പിന്നെ രണ്ടാം ഘട്ടം, പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത എക്സസൈസ് വാൾപുഷപ്പ്. അപ്പൊ വാൾപുഷപ്പ് ചെയ്യണം എന്നില്ല. ഈ പുഷപ്പിന്റെ സ്റ്റഡിയില് വാൾപുഷപ്പ് ചെയ്യണം എന്നില്ല. പുഷപ്പിന്റെ ഇതില് പിന്നീട് ചെയ്യാനുള്ളത് ഓട്ടം തന്നെയാണ്. പിന്നീട് ചെയ്യാനുള്ളത് ഓടുക, പുഷപ്പിന്റെ വാൾപുഷപ്പല്ല, പുഷപ്പിന്റെ ഇത് സംഭവം ചെയ്യുക, പിന്നെ രണ്ടാം ഘട്ടം ചെയ്യുക. ശരിക്ക് 3 ഘട്ടങ്ങളും ഉണ്ട്. പുഷപ്പിന്റെ ആ ഇത് വരുന്നുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ഇത് തന്നെയാണ്, സെയിം സംഭവമാണ്. ഇത്തിരി അകൽച്ച ഉണ്ടാവുള്ളൂ. അത് ഇങ്ങനെ നേരെ നിന്നിട്ടാണ് ഉണ്ട്. രണ്ടാം ഘട്ടം ആകുമ്പോ അതന്നെ കുറച്ച് പിറകിലോട്ട് ചാലി കുത്തിയിട്ട് റൈറ്റായിട്ട് നേരെ നിന്നിട്ട് അത് ഇത്തിരി ചെരിഞ്ഞാണ് സംഭവം. അപ്പൊ തെറ്റാണ്ട് കാല് പിറകിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കൈ രണ്ടെങ്കിലും എന്നിട്ട് വളയാണ്ട് മുമ്പിലോട്ട് പോവുക. മുട്ടിക്കുന്ന മാതിരി ഇങ്ങനെ ചെയ്യാം. ഇതിനുള്ളിൽ റിവേഴ്സ് ചെയ്യാം. ഈ പരമാവധി മുട്ടിക്കാൻ നോക്കുക. മുട്ടിക്കാൻ നോക്കുക. മുട്ടി പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വളയാണ്ട് ചെയ്യുക, ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്യുക. സാവധാനം തന്നെ നിങ്ങൾ ഇങ്ങനെ പതുക്കെ മുമ്പിലോട്ട് മൂവ് ചെയ്യാൻ ആവശ്യമില്ല. നമ്മള് കുറെ ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെത്താൻ തന്നെ വിപ്പിയുമ്പോൾ നമ്മൾ നെഞ്ചും ഇങ്ങനെ നേരെ വളയാണ്ട് പിടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടിയോളും. അപ്പൊ അങ്ങനെ മുട്ടി കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ റിവേഴ്സ് ചെയ്യുക. അപ്പൊ ഇത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇത് ഈ വ്ളോഗ് സ്റ്റഡി വ്ളോഗ് അല്ല, ഇത് എൻ്റെ എല്ലാ ദിവസത്തെ ഓരോരോ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. അല്ലാണ്ട് ഇത് സ്റ്റഡി വ്ളോഗ് അല്ല, അതിൽ നിന്ന് മനസ്സിലാക്കണം. അപ്പോ ഞാനിപ്പോ കുറച്ച് നാളുകളായിട്ട് വർക്കൗട്ടും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ഞാൻ കുറച്ച് നാളുകളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിലൊരു സന്തോഷമില്ലായ്മ ഈ ദിവസങ്ങളായിട്ട് വന്നു. മറ്റേ ഈ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള സംഭവമായിരുന്നു. അതിന്റെ ടെൻഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിപ്പോ എല്ലാം മാറി. ഇപ്പോ ഭയങ്കര സന്തോഷം. വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിൽ തിരിച്ചെത്തി. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ ചെയ്ത വർക്കൗട്ടിങ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. പുഷപ്പ് ചെയ്തില്ല. പുഷപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഠിനാധ്വാനം വേണം. അതില്ലാണ്ട് ഒരിക്കലും പുഷപ്പ് ഒറിജിനലായിട്ട് ഇതിന്റെ ഇത് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ശരീരം മൊത്തം നല്ല രീതിയിൽ ലോഡാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ ലോഡാകുമ്പോ ശരീരം താഴാൻ പറ്റണ്ടാവും. എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാരം തോന്നും.
ശരിക്ക് പറഞ്ഞാൽ ഭാരം ഇത്തിരി കുറയണം. എന്നാലേ നമുക്ക് നെഞ്ചും ഈ ഇവിടം വരെയാണ് സംഭവം. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് എന്ന് പറഞ്ഞാൽ നെഞ്ച് ഫുൾ കവർ എന്ന് പറഞ്ഞാൽ ഇവിടം വരെയാണ് നിലം മുട്ടാൻ പാടുള്ളൂ. വയറ് മുടിയാൻ പാടില്ല. ഇവിടം വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഭാഗം ഇവിടെ വരെയല്ലേ. അപ്പൊ നെഞ്ച് മാത്രമേ നിലത്ത് മുട്ടാൻ പാടുള്ളൂ. വയറ് ഒരിക്കലും നിലം മുട്ടാൻ പാടില്ല. പക്ഷെ നമ്മള് എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുന്ന വളയാണ്ട് എന്ത് ചെയ്യുക, പതുക്കെ മുമ്പിലോട്ട് മൂവ് ചെയ്യുക. നിലം മുട്ടിക്കേണ്ട. ആദ്യം ചെയ്യുന്നവര് നിലം മുട്ടിക്കേണ്ട ആവശ്യമില്ല. നിലം മുട്ടിക്കണ പോലെ ചെയ്തിട്ട് നമ്മൾ അതുപോലെ തന്നെ പതുക്കെ റിവൈസ് ചെയ്യുക. ഫാസ്റ്റ് ആയിട്ട് ചെയ്യരുത്. കാരണം ശരീരത്തിന് എന്തെങ്കിലും ഡാമേജ് അതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും, വേദന വരും. ഒരിക്കലും എക്സസൈസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നല്ല സ്പീഡില് ധൃതിയിൽ ചെയ്യരുത്. എല്ലാം സാവധാനം തന്നെ ആണ് ചെയ്യേണ്ടത്. എക്സസൈസിന്റെ കാര്യത്തില് ആണ് ഞാൻ പറഞ്ഞത്, പതിയെ മാത്രം ചെയ്യാൻ പാടുള്ളൂ. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം എന്തെങ്കിലും രക്തോട്ടം നനച്ചു പോവും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരും. അപ്പൊ നിങ്ങൾ ഇത്തരം അതിന് ചെയ്താൽ മതി. വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പരമാവധി സ്പീഡ് കുറയ്ക്കുക. പരമാവധി പതുക്കെ ഇങ്ങനെ ചെയ്യുക. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ്, പതുക്കെ തന്നെയാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്. നിങ്ങളെ പോലെ സ്പീഡിലല്ല, നിങ്ങളെ പോലെ സ്പീഡിൽ ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ഇല്ല. അപ്പൊ സാവധാനം തന്നെ ചെയ്യണം ഓരോ എക്സസൈസ്. അപ്പൊ ഞാനൊക്കെ വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യണത്. എന്നാലും എനിക്ക് ഒരു യാതൊരു കുഴപ്പം ഒന്നും ഉണ്ടാവില്ല. ചെറുതായിട്ട് പുറകിലോട്ട് ഇങ്ങനെ വീഴുന്നു മാത്രം. കാരണം നമ്മൾ മൊത്തം ടയർഡാകുമ്പോ കാലും ശരീരം മൊത്തം ഉണ്ടാവും കുഴയാൻ തുടങ്ങും. ബാക്കിലോട്ട് എങ്ങനെ പോവും. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഞാൻ ചെയ്ത എക്സസൈസ് ഇന്ന് ചെയ്തത്. പുഷപ്പിന്റെ രണ്ടാമത്തെ ഘട്ടം 3 ഘട്ടങ്ങളുണ്ട്. അതില് 3 ഘട്ടം 4 ഘട്ടങ്ങളാണ്. ഇതില് രണ്ടാമത്തെ ഘട്ടം ആണ് രണ്ടാമത്തെ എക്സസൈസ്. ഈ 2, 3 സെയിം എക്സസൈസ് തന്നെയാണ്. അപ്പൊ രണ്ടാമത് ചെയ്യുമ്പോൾ അത് ദൂരം കൂടും എന്ന് പറഞ്ഞാൽ കാല് വെക്കുന്നതിന്റെ ഡിഫറെന്റ് ഇത്തിരി കൂടും. മറ്റേ ഇങ്ങനെ ഒന്നോട്ട. അപ്പൊ രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറച്ച് പുറകിലോട്ട് ഇങ്ങനെ കാല് ഇറക്കി വെച്ചിട്ട് പതിയെ ഇങ്ങനെ, അതാണ് രണ്ടാമത്തെ എക്സസൈസ്. അത് സെയിം എക്സസൈസ് ആണെന്ന് പറഞ്ഞ് ഇതുകൊണ്ടാണ്. അപ്പോ അത് ഞാൻ ഇന്ന് ചെയ്തു. പിന്നെ പുഷപ്പിന്റെ ഒരു സംഭവം ഉണ്ട്, മീറ്റ് പുഷപ്പ് എന്ന് പറഞ്ഞ്. അത് കിടന്നിട്ടെല്ലാം ആദ്യം മുട്ട് കുത്തുക. എന്നിട്ട് നിങ്ങള് പുഷപ്പ് ചെയ്യില്ലേ, അതുപോലെ കയ്യിൽ 2 കിലോ വിരിച്ച് പിടിക്കുക. എന്നിട്ട് മുട്ട് കുത്തി തന്നെ സംഭവം ഈ മുട്ട് കുത്തിരി ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് മീൽ പുഷപ്പ് എന്ന് പറയുന്നത്. അത് കിടന്നിട്ട് എന്ന് പറഞ്ഞാൽ മുട്ട് കുത്തുക, എന്നിട്ട്
അപ്പൊ അതിന് പുഷപ്പ് ചെയ്യില്ല, അതുപോലെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്ന ആ എക്സസൈസിനാണ് ഈ പുഷപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അതും ചെയ്ത് അത് പുഷപ്പിന്റെ കാര്യം പോലെ അത് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ചാല് വളയാണ്ടിരിക്കാനും പിന്നെ ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റ് പുഷപ്പ്. മീറ്റ് പുഷപ്പ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടല്ല, വേറെ ശരീരത്തിൽ എന്തൊക്കെയോ സംഭവം ഒരു പോസിറ്റീവൊക്കെ ഇവിടുന്നൊക്കെ ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ മീറ്റ് പുഷപ്പ് എന്ന എക്സസൈസ് ചെയ്യുന്നു. അത് ഡോക്ടർമാർക്ക് മാത്രമേ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിലായിട്ട് അറിയൂ. എനിക്കതിന്റെ ഡീറ്റെയിൽ അറിയില്ല. എന്റെ ഒരു നിൽക്കുമ്പോൾ എന്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞത് ഈ പുഷപ്പ് നേരെ ആയിട്ട് വളയാണ്ട് നേരെ നിന്ന് ചെയ്യണമെങ്കിൽ ഈ പുഷപ്പ് തന്നെ ചെയ്യണം. ഞാൻ ഈ രണ്ടാമത്തെ എക്സസൈസ് പുഷപ്പ് ചെയ്തു. മൂന്നാമതാണ് ജെന്യുവനായിട്ടുള്ള പുഷപ്പ്. അത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ നാലാമത്തെ എക്സസൈസ് ഞാൻ ചെയ്തു. ചെയ്യണ്ടെന്നല്ല, കുറെ നാൾക്ക് ശേഷം ചെയ്യാനും വിചാരിച്ചു. കാരണം മൊത്തത്തിൽ സ്റ്റഡി ആവണം, ഒക്കെ നല്ല രീതിയിൽ വാക്ക് വരണം. അപ്പോൾ ഞാൻ നാലാമത്തെ എക്സസൈസ് വാൾ പുഷപ്പ് ആണ് ചെയ്തത്. അത് ഞാൻ ഒരു 40 തവണ ചെയ്തു. ഒരു ബ്രേക്ക് എടുത്തിട്ട് ബ്രേക്ക് അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഞാൻ ചെയ്ത് 40 തവണ ചെയ്തു. 40 പ്രാവശ്യം ഞാൻ വാൾ പുഷപ്പ് ചെയ്തു. പിന്നെ ആദ്യത്തെ എക്സസൈസ് ചെയ്തത് 10 പ്രാവശ്യമാണ്. 10-15 പ്രാവശ്യം ആയിട്ടുള്ളൂ. അത് 4 റൗണ്ട് ചെയ്തു. ഈ പുഷപ്പ് 4 റൗണ്ടില് 10 വെച്ച് 4 റൗണ്ടിൽ ചെയ്തു. മുന്നത്തെ 40 പ്രാവശ്യം 4 റൗണ്ട് തന്നെ. പിന്നെ നേരത്തെ പുഷപ്പ് പറഞ്ഞിരുന്നു, ഇതില് 4 റൗണ്ടില് ഓരോന്നില് 10 വെച്ച് ചെയ്തു. അതിനുശേഷം പുഷപ്പില് ചെയ്ത് ഓരോന്നില് ഓരോ റൗണ്ട് 4 റൗണ്ടാണ് ഞാൻ ഓരോ എക്സസൈസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 4 റൗണ്ട് ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത എക്സസൈസ് അത് 4 റൗണ്ട് ചെയ്യും. അപ്പോൾ ഞാൻ വാൾ പുഷപ്പ് ചെയ്ത് 4 റൗണ്ട്, ഒരു റൗണ്ടില് 10 പ്രാവശ്യം വെച്ച് 4 റൗണ്ട് ചെയ്തു. ഇത് വാൾ പുഷപ്പ്. അപ്പോൾ ഇന്ന് ചെയ്ത എക്സസൈസ് ഇതൊക്കെയാണ്. അപ്പോൾ നാളെ ചിലപ്പോ അല്ല, ഈ എക്സസൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ കാലത്ത് ഞാൻ എക്സസൈസ് ചെയ്തു. അത് ഓട്ടം ചെയ്തു. ഉച്ചക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. ഓരോ ദിവസം വിചാരിക്കുന്നുണ്ട്. ചില ദിവസം ഞാൻ ഓടില്ല, ചില ദിവസം മാത്രമേ ഉച്ചക്ക് ഞാൻ ഓടുന്നുള്ളൂ. അപ്പൊ കാലത്ത് ഒരു നേരം ഓടിയിട്ട് ഉച്ചക്ക് ചിലപ്പോഴേ ഞാൻ ഓടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ എക്സസൈസ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. കാലത്ത് ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മാത്രമേ ഞാൻ ഇതുപോലുള്ള എക്സസൈസ് ഞാൻ ചെയ്യുന്നുള്ളൂ. പിന്നെ മുമ്പത്തെ 1 മണിക്കൂർ ഞാൻ ട്രെഡ്മില്ലിന്റെ മേൽ ഓടും. ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോഴേ മാത്രമേ ഞാൻ ഓടുകയുള്ളൂ.
അല്ലെങ്കിൽ ഇതുപോലെ ഈ കേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇരുന്നിട്ട് ഇതുപോലെ തന്നെ വീണ്ടും റിവൈസ് ചെയ്തിരിക്കും. പിന്നെ ഞാന് തൂണ് വേണം മറ്റേ പുഷപ്പ് ചെയ്യണമെങ്കിൽ. നോർമൽ പുഷപ്പ് ചെയ്യണമെങ്കിൽ നിലം മാത്രം മതി. മറ്റേ പുഷപ്പ് ചെയ്യണമെങ്കിൽ തിന്നുമ്പോ പിടിക്കും. അതാണ് മോളിൽ വന്നത്. താഴെ ചെയ്യാൻ പറ്റില്ല. താഴെ ഊടുമേശയുടെ അവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ വാതിക്കല് സ്വിച്ച് ബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങാനും അതിമ കുത്തി ഷോക്ക് ഇടിച്ചല്ലോ. അതുകൊണ്ട് നെഞ്ച് അവിടെ മുട്ടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞില്ലേ നല്ല രീതിയിൽ ഷോക്ക് അടിക്കും. അതുകൊണ്ട് ഊടുമേശ അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കയറിയേ പറ്റൂ. അവിടെ ജനറേറ്ററുണ്ട്. പക്ഷെ ഒന്നും സംഭവിക്കില്ല. അവിടെ ചെയ്യാൻ പറ്റും. കാരണം അവിടെ സ്ഥലമുണ്ട്. അവിടെ ചെയ്യാൻ പറ്റും. നിൽക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഒരു കമ്പനിയിൽ വേണ്ടിയിട്ട് ഞാനൊരു പോസ്റ്റ് ചെയ്തിട്ട് കമ്പനിയിൽ ഇടവേണ്ടി കമ്പനിയിൽ കിട്ടാൻ ഓക്കെ. എക്സസൈസ് നമ്മുടെ എല്ലാവരുടെ ലൈഫായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആണ്. നിങ്ങൾ ശരീരം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവരും ഉണ്ടെങ്കിൽ ഇതുപോലെ മസിലുകൾ എല്ലാതും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ദിനംപ്രതി നിങ്ങളുടെ ലൈഫില് ദിനംപ്രതി നിങ്ങൾ ജീവിക്കുന്ന ഇടയിൽ നിങ്ങളുടെ ഈ വ്യായാമം നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്തേണ്ടി വേണം, ജീവിക്കണം. ദൈനംദിനം നിങ്ങളുടെ ലൈഫിലെ വ്യായാമം ഉൾപ്പെടുത്തി ചെയ്യണം. അതിനു വേണ്ടി നിങ്ങൾ സമയം ഉണ്ടാക്കണം. ഒറ്റയ്ക്ക് മാത്രമല്ല, വീട്ടില് ജോലി ചെയ്യുക അത് മാത്രം അല്ല. നിങ്ങൾ ഈ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ ജീവിതം എൻജോയ് ചെയ്യും. വർക്കൗട്ടിങ്, ലൈഫ്, സ്റ്റഡി ഇത് മൂന്നും നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക. അതല്ലെങ്കിൽ സ്റ്റഡി ഒഴിവാക്കുക. ബാക്കി രണ്ടും ലൈഫിൽ കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിൽ കളർഫുള്ളായി മാറും. നിങ്ങളുടെ ലൈവായിട്ടുള്ള ലൈഫ് അല്ല പിന്നീട് ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത്. നിങ്ങൾക്കും ആ സമയത്ത് നിങ്ങൾ അതിശയിക്കുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ലൈഫാണ് നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചു കിട്ടുക. അപ്പോ മറക്കാണ്ട് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ ചെന്നെടുത്താം. ഓക്കെ, നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോയില് അടുത്ത സമയത്ത് വരാം. അതുവരെയ്ക്കും ഇന്നത്തെ എൻ്റെ ഈ സമാധാനത്തോടെ
സ്നേഹത്തോടുകൂടി ഇരുന്ന് കേട്ടതിനും ഇരുന്ന് കണ്ടതിനുമായി എല്ലാ സഹോദരന്മാർക്കും എല്ലാ സഹോദരിമാർക്കും എന്റെ ടാറ്റാ ബൈ ബൈ സി യു മാ